നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ നിന്ന് യമനിലെത്തി തൃക്കരിപ്പൂർ സ്വദേശികളായ ദമ്പതികളെയും മക്കളെയും വിദേശത്ത് കാണാതായ സംഭവത്തിൽ അന്വേഷണം NIAക്ക്. യമനിലേക്ക് ഇവർ കടന്നുവെന്ന സ്ഥിരീകരണത്തെ തുടർന്നാണ് ഇത്. ഉദിനൂർ സ്വദേശി മുഹമ്മദ് ഷബീർ, ഭാര്യ റിസ്വാന, ഇവരുടെ 4 മക്കൾ എന്നിവരെയാണ് ദുബായിൽ നിന്ന് കാണാതായത്. UAEയിലാണ് ഈ കുടുംബം 12 വർഷമായി കഴിയുന്നത്. 4 മാസത്തിൽ അധികമായി കാണാതായ ഈ കുടുംബം തീവ്രവാദ സംഘടനയായ ICSൽ ചേർന്നിരിക്കുകയാണോ എന്ന് ചില കേന്ദ്രങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. ബന്ധുക്കളുടെ പരാതിയിൽ ചന്ദേര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉദിനൂർ പരത്തിച്ചാലിലെ മുഹമ്മദ് ഷബീർ, ഭാര്യ റിസ്വാന, ഇവരുടെ 4 മക്കൾ എന്നിവരെയാണ് കാണാത്തത്. 4 വർഷം മുമ്പ് നാട്ടിലെത്തിയ ഇയാൾ ഭാര്യയെയും മക്കളെയും കൂട്ടി പോകുകയായിരുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും തിരിച്ചുപോയതിനു ശേഷം 4 മാസമായി കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ വിദേശയാത്ര സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തിയിരുന്നു. അതേസമയം ദമ്പതികളും മക്കളും ദുബായിൽ തന്നെ ഉണ്ടെന്നാണ് അടുത്ത ബന്ധുക്കളിൽ ചിലർ പറയുന്നത്. കഴിഞ്ഞ 4 മാസമായി ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് ബന്ധുക്കൾ ചന്ദേര പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ കുടുംബം യമനിലുണ്ടെന്ന് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ച മട്ടാണ്. ഒരാഴ്ച മുമ്പ് വാട്സാപ്പ് വഴി ചിലരെ ഇവർ ബന്ധപ്പെട്ടിരുന്നു. അവരോട് മതപഠനത്തിന് പോയി എന്നാണ് പറഞ്ഞത്. ഇതുവരെയും സംഭവത്തിൽ തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യക്കാർക്ക് യമനിലേക്ക് പോകാൻ നിരോധനം നിലനിൽക്കെ ഇവർ എങ്ങനെ അവിടെ എത്തി എന്നതടക്കമായിരിക്കും ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത്. കാസർഗോഡ് പടന്ന സ്വദേശികളായ 2 യുവാക്കളെയും കാണാതായിട്ടുണ്ട്. ഒരാൾ സൗദി വഴിയും മറ്റേയാൾ ഒമാനിൽ നിന്നും യമനിൽ എത്തിയെന്നാണ് വിവരം. അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായും സൂചനയുണ്ട്. എന്നാൽ ഇവർക്ക് ഏതെങ്കിലും തീവ്രവാദ സംഘടനയുമായി നേരിട്ട് ബന്ധമുള്ളതായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 2 സംഭവങ്ങളിലും വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് കേസ് NIAക്ക് കൈമാറുന്നത്. മുൻപത്തെ പോലെ വളരെ പെട്ടെന്ന് ISൽ എത്താൻ ഇപ്പോൾ കഴിയില്ല എന്നും പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തൃക്കരിപ്പൂർ, പടന്ന ഭാഗങ്ങളിൽ നിന്ന് തീവ്രവാദ സംഘടനയിൽ ചേരാൻ ഏതാനും പേർ അഫ്ഗാനിലേക്ക് കടന്നിരുന്നു. അവരിൽ പലരും അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.